Hi friends, welcome back to my channel. So ഇന്നത്തെ വീഡിയോ നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഇന്ന് നമ്മൾ നമ്മുടെ കസിൻസ് അതുപോലെ തന്നെ ബ്രദർ വൈഫൊക്കെ വരുന്നുണ്ട്. അപ്പം അവർ വന്നിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ പ്ലാൻ ചെയ്യും, എങ്ങനത്തെ പോസസ് വേണം അങ്ങനെയൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഇതിനു വേണ്ടി സ്പെഷ്യൽ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് മേടിച്ച അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒഫീഷ്യൽ ക്യാമറാമാനെ കൊണ്ടൊന്നുമല്ല ചെയ്യിക്കുന്നത്, നമ്മുടെ കസിൻ തന്നെയായിരിക്കും ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. ഇപ്പം ഹസ്ബൻഡ് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. അവരിനിയിപ്പോൾ വന്നിട്ട് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് ക്യാമറയുടെ സെറ്റിങ്സ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ പോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എവിടെയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ലൊക്കേഷൻ അതും നമ്മളൊന്ന് ഫൈനലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നാളെ ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ് കേട്ടോ സെലക്ട് ചെയ്തത് മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയിട്ട്. ഒരെണ്ണം ഇതുപോലെ ഒരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ വരുന്ന ജീൻസും ടോപ്പും വരുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഒരെണ്ണം ഇതുപോലെ തന്നെ ബ്രൗണും വൈറ്റും കൂടെ വരുന്ന ഒരു കോസ്റ്റ്യൂം. അങ്ങനെ 2 ലൊക്കേഷനിലായിട്ട് 2 കോസ്റ്റ്യൂം ഇട്ട് ഷൂട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കസിൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രദറും വൈഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കസിൻ മാളുവിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിന്നർ ഇന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ കൂടുമ്പോൾ മിക്കപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. സോ ഇന്ന് മാളുവിന്റെ സ്പെഷ്യലായിട്ട് നമ്മൾ കപ്പയും ചോറും അതുപോലെ തന്നെ നല്ല നാടൻ ചിക്കൻ കറിയും ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ഗെയിമൊക്കെ കളിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. നമ്മൾ പിറ്റേ ദിവസം ഫോട്ടോഷൂട്ടിന്റെ കാര്യങ്ങളുടെ ക്യാമറ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത്. ഈ മെറ്റേണിറ്റി ഷൂട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയാണല്ലേ. ആ ഒരു ഫേസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. കുറേ നാൾ കാത്തിരുന്ന് നമ്മൾ എടുക്കുന്ന ആ ഓരോ ഫോട്ടോസും നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. ഈ മൊമെന്റ്സ് ഒന്നും ചിലപ്പോൾ നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടണം എന്നില്ല. ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ മൊമെന്റ്സും ഡിഫറെൻ്റ് ആണ്. അപ്പം മാക്സിമം നമുക്കുള്ള ടൈമൊക്കെ ഹാപ്പി ആയിട്ട് ഇതുപോലെ എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നമുക്കിന്ന് ഷൂട്ടിന് ഏത് ലൊക്കേഷൻ ചൂസ് ചെയ്യണമെന്നും അതുപോലെ എന്തൊക്കെ പോസസ് വേണം എന്നുള്ള രീതിയിലൊക്കെ ഓരോ പ്ലാൻ ചെയ്യുമായിരുന്നു. ഒത്തിരി പോസും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്കൊരു 4-5 ഫോട്ടോസ് നല്ല ഭംഗിയുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. നമ്മൾ ആ ഫസ്റ്റ് എടുത്ത കോസ്റ്റ്യൂമില്ലേ, വൈറ്റ് ടോപ്പും അതുപോലെ തന്നെ ജീൻസിൻ്റെ പാൻറ്റും വരുന്നത്, അതിൻ്റെ ഫോട്ടോഷൂട്ട് നമ്മൾ നമ്മുടെ തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ താഴെ തന്നെയാണല്ലോ, അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂമിൻ്റെ ഫൈനൽ ലുക്ക്. വലിയ മേക്കപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിച്ച് മേക്കപ്പ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ സിമ്പിളായിട്ട് മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ സിമ്പിളാക്കി തന്നെയാണ് ചെയ്തത് കേട്ടോ. ആ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ നമ്മൾ രാവിലെ തന്നെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊന്ന് വെയിലൊക്കെ ആറിയതിന് ശേഷം നമ്മൾ ക്രീക്കിൽ പോയിട്ട് ബാക്കി ഫോട്ടോഷൂട്ട് എടുക്കാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് നമ്മൾ അടുത്ത ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്, രണ്ടാമത്തെ കോസ്റ്റ്യൂമിൻ്റെ. അത് കഴിഞ്ഞ് നേരെ ദുബായ് ക്രീക്കിലോട്ട് പോയി. അവിടെ ആയിരുന്നു ബാക്കി സന്ധ്യ ആവുന്നവരെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ കോസ്റ്റ്യൂം കുറച്ചുകൂടെ ഒരു ക്യൂട്ടായിട്ടുള്ള കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ കാണിക്കാവേ.
അങ്ങനെ അന്നത്തെ ഡേ ഫുള്ള് ഞങ്ങൾ ഇതുപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വീക്കെൻഡ് കംപ്ലീറ്റ്ലി മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫോട്ടോസ് എല്ലാം കിടപ്പുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്ക്. നല്ലൊരു റിസൾട്ടായിട്ട് നന്നായിട്ട് തന്നെ വന്നായിരുന്നു. ചേട്ടന് ഒത്തിരി താങ്ക്സ്, നല്ല കുറേ ഫോട്ടോസ് എടുത്തു തന്നതിന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.